പ്രേക്ഷകരും സംഗീതത്തിൽ ഒന്നുചേരുന്ന ITL വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2 മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി അടുത്തതായി നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. First of all, I would like to welcome Biji Bal, Rimi Tommy and Anup Shankar. ITL വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2 ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഈ വേദിയിൽ തകർക്കാൻ എത്തുന്നത് നിമയാണ്. നിമയുടെ പെർഫോമൻസ് നമുക്ക് കാണാം. ബട്ട് ബിഫോർ ദാറ്റ് നമുക്ക് പ്രൊഫൈൽ ഒന്ന് കണ്ടു നോക്കാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിമ. ജൂനിയർ ഐഡൽ സീസൺ 2 ഞാനുമുണ്ട്. അതിന്റെ ത്രില്ലിലാണ് ഞാനിപ്പോൾ. ഒരു താഴ്വരയിൽ ജനിച്ചു നമ്മൾ, ഒരു പൂന്തണലിൽ വളർന്നു, പൂനിലവലക്കിയ പുളിയില കരയുള്ള. ഇതെൻ്റെ മമ്മിയുടെ പേര് മഞ്ജു എന്നാണ്. മമ്മി ഹൗസ് വൈഫാണ്. ഇത് വാപ്പച്ചിയുടെ പേര് നിസാർ എന്നാണ്. വാപ്പച്ചി നിയമസഭാ സ്പീക്കർ ജി കാർത്തികൻ സാറിൻ്റെ PSO ആണ്. പിന്നെ ഇതെൻ്റെ അനിയൻ നാഷ്, അവൻ 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ആടിവാക്കാറ്റേ പാടിവാക്കാറ്റേ ആയിരം പൂക്കൾ നുള്ളിവാ, കന്നിപ്പൂമാനം പൊന്നു ഞാലാട്ടു. ഇതാണ് എൻ്റെ പാട്ട്. സാറാണ് എനിക്ക് സപ്പോർട്ടും കോൺഫിഡൻസ് ഒക്കെ തന്നത് ഇതിലേക്ക് വരാൻ. സാറിൻ്റെ പേര് കാട്ടാക്കട MJ ബാലേഷ്. സാറിൻ്റെ ഒരു സപ്പോർട്ട് കാരണമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഈ സ്റ്റേജിൽ എനിക്ക് വരാനൊരു അർഹത കിട്ടിയത്. ഇപ്പോൾ എനിക്ക് എൻ്റെ റിലേറ്റീവ്സിൻ്റെന്നും എൻ്റെ ഫാമിലി മെമ്പേഴ്സിൽ നിന്നുള്ള എല്ലാ സപ്പോർട്ടും ഉണ്ട്. ഇനി എനിക്ക് ആവശ്യം പ്രേക്ഷകരായ നിങ്ങളിൽ നിന്നാണ്. അപ്പോൾ എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുക, പിന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം. പ്രൊഫൈൽ കണ്ടു, വളരെ നന്നായിരുന്നു. ഫാമിലി എല്ലാരെയും കണ്ടു. സാർ ഉണ്ടല്ലേ? സാർ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, സാറിന്റെയും നമ്മുടെ ജഡ്ജസിന്റെയും പ്രസൻസിലാണ് മോൾ ഇന്ന് പാടാൻ പോകുന്നത് അല്ലേ? അതെ. ഓക്കെ, അപ്പം ഇന്ന് ഏത് സോങ് ആണ് മോൾ സെലക്ട് ചെയ്തിരിക്കുന്നത്? ഞാൻ വൈശാലി എന്ന ഫിലിമിലെ ഇന്ദുപുഷ്പം ചൂടി. ഓക്കെ, വെരി നൈസ് സോങ്. നല്ല രസമുണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ട്. അതുപോലെ നല്ല ഭംഗിയായിട്ട് പാടാം. ഓൾ ദ ബെസ്റ്റ്. ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്.
ni pa ma ri ma pa ni pa ni sa ni pa ma pa ni sa ni ri sa ni sa. എല്ലാ മലയാളികൾക്കും ഇഷ്ടപ്പെട്ട നല്ലൊരു സോങ് മോള് നന്നായിട്ട് തന്നെ പാടി. താങ്ക് യു ചേച്ചി. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ജഡ്ജസിൽ നിന്ന് അറിയാം. ജഡ്ജസ്, നിമ നല്ലോണം പാടി കേട്ടോ. താങ്ക് യു സർ. നല്ലൊരു പാട്ടാണ്. ഒരുപാട് വേദികളിൽ ഒരുപാട് സിംഗേഴ്സ് പാടിയിട്ടുള്ളൊരു പാട്ടാണ്. മലയാളികൾക്ക് വളരെ സുപരിചിതമായിട്ടുള്ളൊരു പാട്ടാണ് ഇത്. പക്ഷേ ഇതിൻ്റെ ഈ ഇന്ദുപുഷ്പം അതുപോലെ ഇന്ദ്രനീലിമയോലും അങ്ങനെയുള്ള പാട്ടുകളുടെ ONV സാറിന് എഴുതിയിട്ടുള്ളത്. അതിൻ്റെ കവിത വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളാണ് അതിലെ വരികൾ. അത് എത്ര പേരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഇമേജസ് കൊണ്ടുവന്നിട്ടുള്ളൊരു പാട്ടുകളാണ്. ബോംബെ രവി അദ്ദേഹമാണ്, ഈയിടെയാണ് അദ്ദേഹം മരിച്ചത്. അദ്ദേഹത്തിൻ്റെ ട്യൂണാണ് ഇത്. ഭംഗിയായിട്ട് പാടി മോളെ. നല്ല പ്രസൻസ് ഉണ്ടായിരുന്നു. നല്ലോണം പ്രസൻറ്റ് ചെയ്തു. മോൾക്ക് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നല്ലോണം പ്രസൻറ്റ് ചെയ്യാൻ അറിയാം. പക്ഷെ ഇടയ്ക്ക് കുറച്ച് ടെൻസ്ഡായി എന്ന് മാത്രമേ ഉള്ളൂ. കുറച്ച് മോള് എനിക്ക് തോന്നുന്നു മോളിൽ വളരെ എന്താ പറയുക നല്ല ഇതാണ്. പക്ഷെ താഴത്തേക്ക് വരുമ്പോൾ ഒരു ലോ രജിസ്റ്ററിൽ കുറച്ച് എനർജി കുറവുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ച് മുകളിൽ പാടിയത് കൊണ്ടായിരിക്കും. ഇപ്പോൾ ഹമ്മിങ് ഒക്കെ ഇല്ലേ, ഇടയിൽ വരുന്നൊരു ഇൻ്റർലൂഡ് പോലെയുള്ളൊരു ഹമ്മിങ് ഇല്ലേ, അതില്ലേ, താഴത്തെ സ്വരം കറക്റ്റ് എത്താത്ത പോലെ, അത് അവിടെ എത്താത്ത പോലെ, അതുപോലെ അങ്ങനെയുള്ള താഴത്ത് ഷഡ്ജം വരുമ്പോൾ കുറച്ച് സ്റ്റെഡിനെസ് കുഴപ്പമുണ്ട്.
വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കുറച്ചുകൂടി ആ ഒരു ശ്രുതിയുടെ ഒരു ഇത് വരും, ആ ഒരു സ്വരം പാടുമ്പോഴുള്ള ഹമ്മിങ് പാടിയില്ലേ, സ്വരം കഴിഞ്ഞിട്ട് സെക്കൻഡ് ചരണത്തിൽ ഹമ്മിങ് പാടിയില്ലേ, ഏതാണ്? നിസരിമ റിസ നിസരിമ അല്ലേ, നിസരിമ റിസ നിസരിമ റിസരി റിമ പനി പമ റിമ പനി പമ മപനി സനി പമപനി സനി രി സനി സാ നിരി സനി സാ നിരി സനി സാ. അത് ഹമ്മിങ് ആയിട്ട് പാടും. രമ പനി പമ അത് കുറച്ചും കൂടി സ്റ്റഡി ആക്കണം കേട്ടോ, ശ്രുതിയും ചേർന്ന് പാടണേ. അത്രയുള്ള ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ. ഓക്കെ, ഗുഡ് ലക്ക്. മോളെ നല്ല ശബ്ദം മോക്ക്, നല്ലൊരു ദൈവാനുഗ്രഹം കൊണ്ട് നല്ലൊരു ശബ്ദം കിട്ടി. പിന്നെ കാണാനും വളരെ സുന്ദരിയായിരിക്കുന്നു. ഈ പട്ടുപാവടയും ബ്ലൗസിലും മുല്ലപ്പൂവില് ഇത്രയും കുട്ടികൾ പാടിയിൽ ഇവിടുത്തെ ഏറ്റവും നല്ല സുന്ദരിയാണോ എന്ന് വരെ തോന്നി. പക്ഷെ എനിക്ക് ഓരോ കുട്ടികളെ കാണുമ്പോൾ അങ്ങനെ തന്നെ പറയാൻ തോന്നുന്നു. പക്ഷെ മോള് നല്ല ഈ പാട്ടിന് ചേരുന്ന ഒരു കോസ്റ്റ്യൂം, നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല സോങ് സെലക്ഷൻ. വിജയേട്ടൻ പറഞ്ഞ പോലെ എല്ലാവർക്കും വളരെ കോമൺ ആയിട്ട് അത്രയ്ക്കും ഏത് കുഞ്ഞു കുട്ടികൾക്കും അറിയാവുന്ന ഒരു പാട്ട്, അത്രയും ഹിറ്റ് സിനിമയിൽ നിന്ന് നല്ലൊരു പാട്ടെടുത്തു. പിന്നെ എനിക്കും തന്നെയാണ് എഴുതി വെച്ചേക്കുന്നത് മാമോനി, അതൊക്കെ മോക്ക് ഹൈ പിച്ചിലോട്ടുള്ള എല്ലാം നല്ല സുഖമായിട്ട് വരുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഹമ്മിങ്ങും ഈ സംഭവങ്ങളൊക്കെ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ ആക്കുക, ആ സ്വരങ്ങൾ പറഞ്ഞത് അതും. പിന്നെ മോള് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ 100 ഇരട്ടി ഇനി അടുത്ത റൗണ്ടിൽ മോക്ക് നന്നാക്കാൻ പറ്റും. ഇപ്പൊ വളരെ നന്നായിട്ട് തന്നെയാണ് പാടിയിരിക്കുന്നത്. ആദ്യത്തെ സ്റ്റേജല്ലേ വളരെ ഗംഭീരമായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു ചേച്ചി. നിമയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് ക്വാളിറ്റി, യു ഹവ് ഗോട്ട് ആൻ അമേസിംഗ് സ്റ്റേജ് പ്രസൻസ് ആൻഡ് സ്റ്റേജ് എന്താ പറയുക, ഒരു സ്റ്റേജ് എലമെന്റ് എന്ന് പറയും. ഒരു ഗായിക വന്ന് നിൽക്കുമ്പോൾ നമ്മൾ അറിയാതെ അഡ്മയർ ചെയ്തു പോകുന്ന ഒരു ഘടകം, അത് നല്ല രീതിയിൽ തന്നെ നിമയ്ക്കുണ്ട്. ബ്ലെസ്ഡ് വിത്ത് എ ഗുഡ് പേഴ്സണാലിറ്റി ഓൾസോ. കൺഗ്രാറ്റുലേഷൻസ് ഫോർ ദാറ്റ്. ബോംബെ രവി സാറിന്റെ നല്ലൊരു കമ്പോസിഷൻ ചിത്രചേച്ചിയാണ് പാടിയിരിക്കുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ചേച്ചിക്ക് നാഷണൽ അവാർഡ് ഉണ്ട് ഈ പാട്ടിന്. നാഷണൽ അവാർഡ് ഓർ സ്റ്റേറ്റ് അവാർഡ് ഏതെങ്കിലും ഒന്നും ഉറപ്പായിട്ടും ഉണ്ട്. 200% ഉറപ്പാണ്. നാഷണൽ അവാർഡ് എന്നാണ് എൻ്റെ ഓർമ്മ. ആൻഡ് നന്നായിട്ട് മോളുടെ ബെസ്റ്റ് അറ്റംപ്റ്റ് കൊടുത്ത് പാടി. ആൻഡ് മോളുടെ സാർ ഇവിടെ ഉണ്ട്. ഓഫ് കോഴ്സ് ഹി വിൽ ബി ഏബിൾ ടു ഗൈഡ് യു ഓൾസോ. സാറിനോട് ഒരു 2 വാക്ക് എന്തായാലും അദ്ദേഹത്തിനോട് എനിക്ക് സംസാരിക്കണമെന്നൊരു ആഗ്രഹം. ഇവിടെ വന്നിരുന്നപ്പോ തൊട്ട് ഞാൻ അദ്ദേഹത്തെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നതാണ്. അപ്പൊ എന്തായാലും നമുക്ക് ശിഷ്യയെ പറ്റി, ആ ഗുരുവിന് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് ചോദിച്ചു കളയാം. എൻ്റെ പേര് കാട്ടാക്കട MG ബാലേഷ് എന്നാണ്. പിന്നെ വെറും 2 മാസം കൊണ്ടാണ് ഈ കുഞ്ഞിനെ ഞാൻ ഈ പാട്ട് പഠിപ്പിക്കുകയും ക്ലാസിക്കൽ തുടങ്ങി വയ്ക്കുകയും ചെയ്തത്. അതിൻ്റെ കുറവ് ഉണ്ട് എന്നെനിക്കും ഈ കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. സ്വരം പാടിയതിലും ഹമ്മിങ് പാടിയതിലും 2 മാസം കൊണ്ട് ഒരു കൊച്ചു പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറം ഇനി അങ്ങോട്ട് പോകുമ്പോൾ പഠിക്കും, നന്നാവും എന്ന് തന്നെയാണ് എൻ്റെ മനസ്സിൽ ഉള്ളത്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു ചേട്ടാ. താങ്ക് യു ചേട്ടാ, താങ്ക് യു ആൻഡ് താങ്ക് യു ഫോർ യുവർ കമ്മിറ്റ്മെൻറ്റ്. മോളെ, പാട്ടിൽ പ്രത്യേകിച്ച് പറയാനുള്ളത്, സാറ് പറഞ്ഞ പോലെ, ബിജി ചേട്ടൻ പറഞ്ഞ പോലെ സ്വരം പാടിയ പോർഷൻസും അകാരവും കുറച്ചുകൂടി കൺസിസ്റ്റൻ്റ് ആവണം, കുറച്ചുകൂടി നന്നാക്കണം. പിന്നെ പൊതുവായിട്ട് ശ്രുതിയിൽ നിന്ന് ഷാർപ്പാവാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അതും കൂടി ഒന്ന് പ്രാക്ടീസ് ചെയ്യുക, ശ്രുതിയോടുകൂടി ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ഞങ്ങളടക്കം ഉള്ള എല്ലാ ഗായകർക്കും പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനമായ കാര്യം പ്രാക്ടീസ്. അപ്പോൾ അത് കൂടി വർക്ക് ചെയ്ത് ഇനി മോൾക്ക് നല്ല രീതിയിൽ പാടാൻ സാധിക്കും. എല്ലാവിധ ആശംസകളും. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ജഡ്ജസ്. ഓക്കെ, ഇനി നമുക്ക് മാർക്സ് അറിയാം അല്ലേ? ബിജു ചേട്ടാ, ഔട്ട് ഓഫ് 30 ഞാൻ മോക്ക് 25.25. 25.25. ചേച്ചി? ഞാനും മോക്ക് 25.25. 25.25. അനുപേട്ട? മോളെ 25 ഔട്ട് ഓഫ് 30. 25 ഔട്ട് ഓഫ് 30. ഇനി ഓവറോൾ പെർഫോമൻസ് എത്ര മാർക്കാണെന്ന് നോക്കാം. ഔട്ട് ഓഫ് 10 ജഡ്ജസ്? മോളെ സ്റ്റൈൽ, ആറ്റിറ്റ്യൂഡ്, പെർഫോമൻസ്, ആ പ്രസൻസ് ഒക്കെ നന്നായിരുന്നു. അതുകൊണ്ട് വി ഗിവ് യു 3.5 ഔട്ട് ഓഫ് 4. 3.5 ഔട്ട് ഓഫ് 4. ചേച്ചി? മോളെ എക്സ്പ്രഷൻ കുറച്ചുകൂടെ മോക്ക് വരാം. 1.75 കേട്ടോ. 1.75. ചേട്ടാ? ഫീല് മോളെ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ടെൻസ്ഡ് ആയി. അതായത് ഫീല് അങ്ങനെ നിൽക്കുമ്പോൾ വളരെ നല്ലോണം പ്രസന്റ് ചെയ്യുമ്പോൾ തന്നെ എനിക്കിത് പറ്റുമോ എന്ന് പറയുന്ന ഹമ്മിങ് പോർഷൻസിലൊക്കെ കുറച്ച് ടെൻസ്ഡ് ആയി മോള്. ഇത്
ഞാൻ പഠിച്ചത് തന്നെയല്ല ഞാൻ പാടുന്നത് എന്ന് പറയുന്ന ഒരു ബോധറേഷൻ മോളെ അലട്ടിയിരുന്നു ചെറുതായിട്ട്. അതുകൊണ്ട് ഞാൻ 3-ൽ 2 ആണ് തരുന്നത് കേട്ടോ. 2 on 3. മോളോ, your total score is 82.75 on 100. നിമ, അപ്പം മാർക്സ് കുറച്ച് കുറവാണ് കമ്പാരിറ്റീവ്ലി. ഇനി ഒരു റൗണ്ട് കൂടെ ഉണ്ടല്ലോ, അതിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റട്ടെ. ടെൻഷനുണ്ടോ? ചെറുതായിട്ട്. എല്ലാവരും വളരെ ഈസി ആയിട്ട് പാടി. ഇവിടെ ഒന്നും പേടിക്കാനില്ല. നമ്മുടെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ജഡ്ജസ്, ഓഡിയൻസ് എല്ലാവരും ഉണ്ട്. ഓർക്കസ്ട്ര ചേട്ടന്മാർ എല്ലാവരും നല്ല സപ്പോർട്ടല്ലേ. അപ്പോൾ ഇനി അടുത്ത റൗണ്ടിൽ ഈ തെറ്റുകുറ്റങ്ങളൊക്കെ നികത്തി വരണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് ഫോർ ദാറ്റ് ആൻഡ് താങ്ക് യു. ഹലോ, ഞാൻ കൃതിക സുബ്രഹ്മണ്യാണ്. ഞാൻ ജൂനിയർ ഐഡൽ സീസൺ 2-ലുണ്ട്. എൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറയാം. ഓക്കെ, സോറി കേട്ടോ, ഞാൻ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ചൂളമടിച്ച് കറങ്ങി നടക്കും ചോലക്കുയിലിന്റെ കല്യാണം. ഒരു ആറ്റിറ്റ്യൂഡ് ഇസ് ബ്രില്യന്റ്. ഹാറ്റ്സ് ഓഫ്. മോള് കൊച്ചുകുട്ടിയാണ്. കൊച്ചുകുട്ടികൾക്ക് പാടുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് മോള് പാടിയപ്പോൾ. Jai Hind TV, for the family, for the nation. ITL World Junior Idol Season 2-ന്റെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മുടെ ഫൈനൽ പെർഫോമറെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ദാറ്റ് ഇസ് നൺ അതർ ദാൻ ദ വെരി ക്യൂട്ട് ആൻഡ് ചാർമിംഗ് കൃതിക. കൃതികയുടെ പെർഫോമൻസ് നമുക്ക് ആസ്വദിക്കാം. ബട്ട് ബിഫോർ ദാറ്റ് നമുക്ക് പ്രൊഫൈൽ ഒന്ന് ചെക്ക് ചെയ്യാം. मातंग वदन गुगमाते मलय ध्वज पाण्ड्य संजाते मातंग वदन गुगमाते मलय ध्वज पाण्ड्य संजाते मातंग वदन गुग चातोदरी शंकरी चातोदरी शंकरी चामुंडेश्वरी चंद्रकलाधरी ताये गौरी दादा निदद 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 निपमदादा निरिसनि सदनि सदा पममदादा निगरि निरि सदनि सदा पमदादा मदम पम पद दनि दमदाद रिसदि दनि അയ്യോ, ഷോ, ഇന്നും സ്വപ്നം. എന്നും വിചാരിക്കണം ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന്, പക്ഷെ എപ്പോഴും സ്വപ്നം കാണുന്നേ. ഹലോ, ഞാൻ കൃതിക സുബ്രഹ്മണ്യാണ്. ഞാൻ ജൂനിയർ ഐഡൽ സീസൺ 2-ലുണ്ട്. എൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറയാം. ഓക്കെ,
സോറി കേട്ടോ. ഞാൻ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എൻ്റെ സ്കൂൾ ഭവൻസ് വിദ്യാമന്ദിർ എടമക്കരയാണ്. എൻ്റെ ഫ്രണ്ട്സും ടീച്ചേഴ്സും എല്ലാവർക്കും ഞാൻ ജൂനിയർ ഐഡൽ സെലക്ട് ആയെന്ന് കേട്ടപ്പോൾ വളരെയധികം ഹാപ്പിയായി. അവരെയൊക്കെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താമായിരുന്നു. പക്ഷേ ഇപ്പോൾ വെക്കേഷനല്ലേ, എല്ലാവരും അവരവരുടെ നാട്ടിൽ പോയേക്കുക, ആരും വീട്ടിലില്ല. ഇപ്പം ഞാൻ എൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ എല്ലാവരെയും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഓക്കെ, ഇതാണ് എൻ്റെ മമ്മ. അമ്മ എനിക്കിഷ്ടമുള്ള ചപ്പാത്തി അത് ഇതൊക്കെ എപ്പോഴും ഉണ്ടാക്കി തരാറുണ്ട്. പക്ഷെ അമ്മയ്ക്ക് സമയമില്ല, കാരണം അമ്മ SBI കലൂർ ബ്രാഞ്ചിലാണ് വർക്ക് ചെയ്യണത്. എനിക്കിഷ്ടമുള്ള ഗോബി മഞ്ചൂരിയൻ, പനീർ ബട്ടർ മസാല, ചപ്പാത്തി എല്ലാം അമ്മ ഉണ്ടാക്കി തരും. ഇതാണ് എൻ്റെ അപ്പയാണ് എനിക്ക് ആദ്യമായിട്ട് ജൂനിയർ ഐഡലിൽ എനിക്ക് വേണ്ടി SMS ചെയ്തത്. അത് കാരണം തന്നെയാണ് എനിക്ക് അതിലൊരു ചാൻസ് തന്നെ ഉണ്ടായത്. അപ്പ വർക്ക് ചെയ്യുന്നത് FACTയിലാണ്. FACTയിൽ എൻജിനീയറാണ് അപ്പ. ഇതാണ് എൻ്റെ ഫ്ലഫി. ഹായ് പറ. ഹായ്. ഇതാണ് എൻ്റെ റാബി. ഹായ് പറ. ഹായ്. എൻ്റെ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഇവരാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയാം. കാരണം ഞാൻ ഇവരോടൊത്ത് ഭയങ്കര കളിയും ചിരിയും. എൻ്റെ ഒപ്പം ഇവരെപ്പോഴും ഉണ്ട്. ഞാൻ ഉറങ്ങുമ്പോൾ ഇവർ എൻ്റെ രണ്ട് സൈഡിലും വെച്ചാണ് ഞാൻ കിടന്നുറങ്ങുന്നത്. എൻ്റെ ആദ്യ ഗുരു എൻ്റെ അച്ഛമ്മയാണ്. എന്നെ 4 വയസ്സ് മുതൽ എന്നെ പഠിപ്പിച്ചത്, എൻ്റെ ക്ലാസ് കർണാടക സംഗീതം, ലളിത സംഗീതവും പഠിപ്പിച്ചത് പാലാരിവട്ടം ശ്രീലത ടീച്ചറാണ്. ഇപ്പോൾ എന്നെ കർണാടക സംഗീതം പഠിപ്പിക്കുന്നത് തൃപ്പൂണിത്തുറ K ഗിരിജാവർമ്മ ടീച്ചറാണ്. പിന്നെ ഇപ്പം ഞാൻ ലളിത സംഗീതവും സിനിമാ സംഗീതവും പഠിക്കുന്നത് എടമക്കര PR പ്രകാശ് സാറിൻ്റെ അടുത്താണ്. സാറ് അമ്മയുടെ ബാങ്ക് കൊളീഗും കൂടിയാണ്. ഇവരാണ് എൻ്റെ അമ്മൂമ്മമാരെ. ഇതെൻ്റെ അച്ചാമ്മ, ഇതെൻ്റെ അമ്മാമ്മ. അച്ചാമ്മ 1958, എത്ര വർഷം മുമ്പാണെന്ന് നോക്കി. 1957 RLV തൃപ്പൂണിത്തുറ മ്യൂസിക് അക്കാഡമിയിൽ നിന്ന് ഗാനഭൂഷണം പാസ്സായതാണ്. എൻ്റെ ആദ്യ ഗുരു എൻ്റെ അച്ചാമ്മയാണ്. ജൂനിയർ ഐഡൽ സീസൺ 2ലെ ഫസ്റ്റ് റൗണ്ട് ഇപ്പോൾ ഞാൻ പാടാൻ പോവുകയാണ്. എനിക്ക് അതിൻ്റേതായൊക്കെ ടെൻഷനൊക്കെ ഉണ്ട്. എന്നാലും നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അനുഗ്രഹിക്കണം. കൃതിക കുട്ടി, എന്തോ പ്രൊഫൈൽ കണ്ടു, നമ്മളെല്ലാരും വളരെ ആസ്വദിച്ചു. നല്ലൊരു ആക്ട്രസ് കൂടിയാണ് അല്ലേ? തോന്നുന്നു. ആണ്, ഞങ്ങളൊക്കെ സമ്മതിക്കുന്നു. അപ്പോൾ ഇന്ന് ഏത് പാട്ടാണ് പെർഫോം ചെയ്യാൻ പോകുന്നത്? ഞാൻ സമ്മർ ഇൻ ബദലഹം എന്ന മൂവിയിൽ ചിത്ര ചേച്ചി പാടിയ ചൂളമടിച്ചു കറങ്ങി നടക്കും എന്ന പാട്ടാണ്. ഓക്കെ, അപ്പൊ ഇവിടെ തകർത്ത് നല്ല ഈ ആറ്റിറ്റ്യൂഡൊക്കെ കൊണ്ടുവന്ന് നന്നായിട്ട് പെർഫോം ചെയ്യണം. നല്ല സ്റ്റൈലും പെർഫോമൻസ് ആയിരിക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് മോളു. ലെറ്റ്സ് ടേക്ക് ഇറ്റ് ഔട്ട്. ചൂളമടിച്ചു കറങ്ങി നടക്കും ചോരക്കുയിലിന് കല്യാണം. ആലിൻ കൊമ്പത്തന്തിയുറങ്ങണ റോലിഞ്ഞാലിക്ക് പൂതാലി. ആറ്റിലൊളിച്ചു കളിക്കണ മീനെ കാട്ടിൽ കുറുകുഴലൂതണ കാറ്റ്. ആറ്റിലൊളിച്ചു കളിക്കണ
நீங்க ஒரு தமிழ் மாமியாக்கும் இல்லையா? ആമാം. ആമാം. അത് എന്തുകൊണ്ടെന്നാൽ എനിക്ക് പറ്റാറുള്ള, എനിക്ക് ചെറുപ്പത്തിൽ പറ്റിയ ചില പ്രശ്നങ്ങൾ താങ്കളിൽ ഞാൻ കണ്ടു. ഞാനും ഒരു മാമാ വാനത്തിനാലെ ചൊല്ലറേ. അതായത് സായങ്കാലം എന്ന് പറഞ്ഞാൽ അത് തമിഴാക്കും. അതുകൊണ്ട് സായം കാലം എന്ന് പറയണം. ഓക്കെ. ഇത്ര പെട്ടെന്ന് ഇങ്ങനെ കൊച്ചില് പവറൊക്കെ വന്നോ കണ്ണിന്? കണ്ണാടി ഒരുപാട് വായിക്കുവോ? ടി വി കാണുവോ? കമ്പ്യൂട്ടറിന് മുന്നേ ഇരിക്കുവോ? അല്ല, അതെനിക്ക് കുഞ്ഞിലേ ഉണ്ടായിരുന്നു. ജനിച്ചപ്പോഴേ കണ്ണാടിയോട് കൂടി ജനിച്ചു. മോള് കൊച്ചുകുട്ടിയാണ്. കൊച്ചുകുട്ടികൾക്ക് പാടുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് മോള് പാടിയപ്പോൾ. പിന്നെ കൊച്ചുകുട്ടി വളരെ വലിയൊരു പാട്ടെടുത്ത് പാടുമ്പോഴുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു. Ideal World Junior Idol Season 2. Jai Hind TV, for the family, for the nation. Ideal World Junior Idol Season 2. കൃതിക, എന്തോ എന്ത് ഭംഗിയായിരുന്നു അറിയോ കണ്ടിരിക്കാൻ. അടിപൊളിയായിരുന്നു. മോള് നന്നായിട്ട് പാടി, താങ്ക് യു. നന്നായിട്ട് പെർഫോം ചെയ്തു. വളരെ കംഫർട്ടബിൾ ആണല്ലേ ആ ഡാൻസേഴ്സിന്? സെയിം പ്രായമാണല്ലേ? അതെ. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് എല്ലാം ഡാൻസേഴ്സിന്റെ കൂടെ ചെയ്യാൻ? ഡാൻസേഴ്സ് അവരുടെ എക്സ്പീരിയൻസ് നല്ലായിരുന്നു. അവരിവിടെ കുറെ എൻജോയ് ചെയ്യാൻ പറ്റി. ആണോ? മോൾ ഡാൻസ് ചെയ്യാറുണ്ടോ? പഠിക്കുന്നുണ്ടോ? പഠിച്ചിരുന്നു, നിർത്തി. പാട്ട് തന്നെ? അതെ. ഓക്കെ, ഇനി നമുക്ക് കമന്റ്സ് അറിയാം. കൃതിക കുട്ടി, എന്തോ വെരി വെരി ബ്യൂട്ടിഫുള്ളി ഡൺ. താങ്ക് യു. നന്നായി ചെയ്തു മോളെ. മോളോടൊപ്പം ഇന്ന് പെർഫോം ചെയ്തത് സയനോറ ഡാൻസ് ഗ്രൂപ്പാണ്. അതിലെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ്. അവരോടൊപ്പം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ബ്ലെൻഡ് ചെയ്ത് മോള് പെർഫോം ചെയ്തു. അതാണ് വളരെ റിഫൈൻഡ് ആയിട്ട് ഒരു ആശങ്ക പോലും ഇല്ലാതെ മോൾ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തു. ആൻഡ് ഓഫ് കോഴ്സ് കമ്മിങ് ടു സിംഗിങ്, ഡെഫിനറ്റ്ലി ഇറ്റ് വാസ് വെരി ഗുഡ്. പക്ഷേ ചില സ്ഥലത്ത് ചില ഫ്ലോസ് ഉണ്ടായിരുന്നു. ചില സ്ഥലത്ത് പിച്ച് പ്രോബ്ലംസ്, ചില സ്ഥലത്ത് ശ്വാസത്തിന്റെ പ്രശ്നങ്ങൾ. പിന്നെ പ്രധാനമായൊരു ചോദ്യം, നീങ്ക ഒരു തമിഴ് മാമിയാക്കും ഇല്ലയാ? ആമാം. അത് എന്തുകൊണ്ടെന്നാൽ എനിക്ക് പറ്റാറുള്ള, എനിക്ക് ചെറുപ്പത്തിൽ പറ്റിയ ചില പ്രശ്നങ്ങൾ താങ്കളിൽ ഞാൻ കണ്ടു. നടുവിൽ ഒരു വാക്ക് സായങ്കാലം എന്ന് പറഞ്ഞാൽ അത് തമിഴാണ്. സായങ്കാലം എന്ന് പറഞ്ഞാൽ ഈവനിങ് ഇൻ തമിഴ്. മലയാളത്തിൽ സായം കാലം. പറഞ്ഞ മോളെ, സായം കാലം എന്ന് ഒരു ചെറിയ ക്ലാരിറ്റി കൊടുത്ത് പറയണം. അപ്പോൾ ഞാനും ഒരു മാമാ വാനത്തിനാലെ ചൊല്ലറേ. അതായത് സായങ്കാലം എന്ന് പറഞ്ഞാൽ അത് തമിഴാക്കും. അതുകൊണ്ട് സായം കാലം എന്ന് പറയണം. ഓക്കെ, അത് ചെറിയൊരു കാര്യം, കുഴപ്പമൊന്നുമില്ല മോളെ. അത് നമ്മൾ ചെറുപ്പത്തിൽ നമുക്ക് വരുന്ന ഒരു ചെറിയ ഫാക്ടറാണ്. നെവർ മൈൻഡ്. ബട്ട് ഓവറോൾ ഇറ്റ് വാസ് വെരി ഗുഡ്. സ്പെഷ്യലി മോളുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഇസ് ബ്രില്യൻറ്റ്. ഹാറ്റ്സ് ഓഫ്. താങ്ക് യു. ചേച്ചി കൃതിക കുട്ടി, എന്തോ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നും മോളെ. ഇങ്ങനെ വേണം. കുഞ്ഞു പിള്ളേരുടെ സ്വഭാവത്തിൽ തന്നെ നിൽക്കണം. നല്ല മിടുക്കിയായിട്ട്. അത് മാത്രമല്ല, അത് ചെറിയൊരു മഞ്ജുവാരുടെ വീഡിയോ ഒളിഞ്ഞു കിടക്കുന്നില്ലേ? നല്ല രസമുണ്ടായിരുന്നു മോളെ പാട്ടും. ആ കുഞ്ഞു പിള്ളേരുടെ ഒരു പൂന്തോട്ടങ്ങൾ ഇങ്ങനെ, അല്ല എന്തോ അതിൻ്റെ കുറെ കുഞ്ഞു പൂക്കൾ ഇങ്ങനെ ഓടിക്കളിക്കുന്ന പോലെ നിങ്ങൾ മൊത്തത്തില് നല്ല രസമുണ്ടായത്. കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നമുക്ക് തോന്നി. അതുപോലെ മോൾ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ കൊച്ചില് പവറൊക്കെ വന്നോ കണ്ണിന്? കണ്ണാടി ഒരുപാട് വായിക്കുവോ? ടി വി കാണുവോ? കമ്പ്യൂട്ടറിന് മുന്നേ ഇരിക്കുവോ? അല്ല, അതെനിക്ക് കുഞ്ഞിലേ ഉണ്ടായിരുന്നു. ജനിച്ചപ്പോഴേ കണ്ണാടിയോട് കൂടി ജനിച്ചു. ശ്രീധര്യം ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് നടത്തിയിട്ട്. ആ സാരമില്ല, കണ്ണാടി ഇപ്പൊ നല്ല ഭംഗിയുണ്ട്. എന്തായാലും ഈ കണ്ണാടി ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. അത് സാരമില്ല, പക്ഷെ നല്ല മൊത്തത്തില് എന്താ പറയാ, നല്ല ഒരു കുഞ്ഞ് എന്താ നല്ല രസമുണ്ടായിരുന്നു കാണാന്. പിന്നെ ഈ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് എളുപ്പമായിട്ട് തോന്നുമെങ്കിലും പാടുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് വരും. അത് എത്ര വലിയവർക്കും നമുക്ക് എല്ലാവർക്കും സ്റ്റേജിൽ പാടുമ്പോൾ കുറച്ച് ശ്വാസത്തിന്റെയും. പിന്നെ ചിത്ര ചേച്ചി പാടുമ്പോൾ നമ്മളോർക്കും എന്ത് എളുപ്പമുള്ള പാട്ടാണ്. പക്ഷെ ചിത്ര ചേച്ചി വളരെ അനായാസരെ പാടും. പക്ഷെ നമുക്ക് പാടുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് വരും. നമ്മൾ മാക്സിമം ട്രൈ ചെയ്തു. എനിക്ക് ഇഷ്ടപ്പെട്ട ചില സ്ഥലങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ചിങ്കാര, അതെവിടെയാണെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ നല്ല എക്സ്പ്രഷൻ ആയിരുന്നു. ചിങ്കാരത്താര കുഞ്ഞി, അതൊക്കെ നല്ല എക്സ്പ്രഷൻ കൊടുത്തു. പിന്നെ ഓ എന്നുള്ള സംഭവങ്ങളാണ് മോക്ക് കൂടുതൽ പ്രശ്നം വരുന്നത്. ആ ഓ എന്നുള്ള സ്ഥലങ്ങൾ മോക്ക് കറക്റ്റ് കിട്ടുന്നില്ല എന്ന് തോന്നുന്നല്ലേ? ചൂളമടിച്ച് കറങ്ങി നടക്കും
ചോലക്കുയിലിനു കല്യാണം. ഓ, ആ ഒരു സംഭവം മോള് കുറച്ചുകൂടെ എല്ലാ ഓയും ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചാൽ മതിയേ. വേറെ ഒന്നും പറയാനില്ല. നല്ല മിടുക്കിയായിട്ട് പെർഫോം ചെയ്തു കേട്ടോ. താങ്ക് യു ചേച്ചി. മോളെ നന്നായിട്ട് പാടി കേട്ടോ. നല്ല പാട്ടാണ്, നല്ലോണം പാടുകയും ചെയ്തു. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പാട്ടാണ് പാടാൻ, വളരെ ബുദ്ധിമുട്ടുള്ള പാട്ടാണ്. രണ്ടാമത്തെ വരിയിൽ ചോലക്കുയിലിനു കല്യാണം ആണോ, അതല്ലേ വരി? കുറച്ചും കൂടി ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് ഹിറ്റ് ചെയ്യാൻ ശ്രമിക്കണം. ആ ഒരു ഭാഗം വളരെ ഹൈ പിച്ചിൽ പോണ വരിയല്ലേ, അതൊന്ന് ശ്രദ്ധിക്കണം. വേറെ ഒന്നും തോന്നിയില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ മോള് കൊച്ചുകുട്ടിയാണ്, കൊച്ചുകുട്ടികൾക്ക് പാടുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് മോള് പാടിയപ്പോൾ. പിന്നെ കൊച്ചുകുട്ടി വളരെ വലിയൊരു പാട്ടെടുത്ത് പാടുമ്പോഴുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത്, എനിക്ക് തോന്നുന്നു, എൻ്റെ മാത്രം അഭിപ്രായമാണെന്ന് അറിയില്ല, പക്ഷെ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാൻസ് ചെയ്യണം എന്ന് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അതിൻ്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു പെർഫോമൻസ്, ഒരു പാട്ട് വരുമ്പോൾ തന്നെ യു വിൽ ഡെഫിനറ്റ്ലി പെർഫോം ബൈ യുവർ സെൽഫ്. അതാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഡാൻസ് സ്റ്റെപ്സ് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും പാട്ടിന്റെ ഇടയിൽ ഇത് ഓർമ്മിക്കുമ്പോഴത്തേക്കേ എക്സ്ട്രാ സ്ട്രെയിൻ അല്ലേ മോൾക്ക്, അല്ലേ? അതാണ് മോൾക്ക് ചെറുതായിട്ട് 1-2 സ്ഥലങ്ങളിൽ സ്ലിപ്പ് പറ്റിയത് അതുകൊണ്ടാണെന്നാണ് ഞാൻ കരുതുന്നത്. മോക്ക് സ്വതവേ വരുന്ന ചില സ്റ്റെപ്സ് ഒക്കെ ഉണ്ടല്ലോ പാടുമ്പോൾ, അതൊക്കെയാണ് അതിന്റെ പെർഫോമൻസ്. അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ. മോൾ ആ പാട്ട്, അതിന്റെ ഒരു ആറ്റിറ്റ്യൂഡിൽ പാടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിന്റെ ഇടയിൽ ചെറിയ സ്റ്റെപ്സ് ഒക്കെ ആവാം, വളരെ നന്നായിട്ട് മോൾ ചെയ്തു. പക്ഷെ ആ സ്റ്റെപ്സ് ഓർക്കുന്നതിന്റെ ഇടയിൽ ഈ പാട്ടിൽ വന്ന ചെറിയ ഒരു പ്രഷറുണ്ട് മോക്ക്, അത് ചെയ്യണമല്ലോ എന്ന് പറയുന്ന ഒരു പ്രഷർ ഉണ്ടല്ലോ, അത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു കേട്ടോ. അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കണം. ഓക്കെ കൃത്തിക, അപ്പം കമന്റ്സ് ഒക്കെ കേട്ടില്ലേ? ഇനി പെർഫോമൻസ് റൗണ്ട് വരുമ്പം കൂടുതലായിട്ട് പഠിക്കാനൊന്നും നിൽക്കണ്ട. സുന്ദരി കുട്ടിയല്ലേ, മോൾ എന്ത് ചെയ്താലും ഞങ്ങളുടെ പ്രേക്ഷകർ കൈ നീട്ടി സ്വീകരിച്ചോളൂ കേട്ടാ. ഇനി പാട്ടിലും കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് മാർക്സ് അറിയാം അല്ലേ? ആരെടുത്താ ചോദിക്കണ്ടേ? മോള് പറ. അനുവേട്ടൻ. ഓക്കെ, അനുവേട്ട ഔട്ട് ഓഫ് 30 മോളെ 25.75 ഔട്ട് ഓഫ് 30. 25.75. ചേച്ചി മോളെ 25.75. അഗൈൻ 25.75. ചേട്ടാ 26 on 30. ഇനി ഓവറോൾ പെർഫോമൻസിന് എത്ര മാർക്കാണ് നോക്കാം. ജഡ്ജസ് ഔട്ട് ഓഫ് 10. മോളെ വെരി ഗുഡ് സ്റ്റൈൽ, വെരി ഗുഡ് ആറ്റിറ്റ്യൂഡ്, ആൻഡ് യു ആർ ഡെഫിനറ്റ്ലി എ വെരി ഗുഡ് പെർഫോമർ ഓൾസോ. So we give you 3.75 out of 4. 3.75 out of 4. ചേച്ചി എക്സ്പ്രഷൻ നന്നായിട്ടുണ്ട്. ഇനിയും മോക്ക് നന്നാക്കാം. 2.25 കേട്ടോ. 2.25 on 3. ചേട്ടാ ഔട്ട് ഓഫ് 3. മോള് ഫീൽ ചെയ്ത് പാടാൻ ശ്രമിച്ചിട്ടുണ്ട് നല്ലോണം കേട്ടോ. മോളുടെ ഒരു പ്രായത്തിൽ അതേ പറ്റുള്ളൂ. ഓക്കെ, 2.5. 2.5 on 3. Kritika, your total score is 86 on 100. നല്ല സ്കോർ ആണല്ലോ അല്ലേ? ഇനി അടുത്ത റൗണ്ടിൽ ഇതിൽ നല്ല മാർക്ക് മേടിക്കണം കേട്ടോ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഇന്നത്തെ എല്ലാ പെർഫോമൻസസും നിങ്ങൾ ഓഡിയൻസ് എൻജോയ് ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത എപ്പിസോഡിലും നല്ല നല്ല പെർഫോമൻസസ് ഞങ്ങൾ നിങ്ങൾക്കായി തരും. ടിൽ ദെൻ കീപ് വാച്ചിങ് ITL World Junior Idol Season 2. ബൈ ബൈ. എന്തിനാണെന്നോ എല്ലാവരും എനിക്ക് കൺഗ്രാറ്റുലേഷൻസ് പറഞ്ഞത്. കാരണം എനിക്ക് ജൂനിയർ ഐഡൽ സീസൺ 2 സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് നാളായിട്ട് ക്ലാസിക്കൽ പഠിക്കുന്നുണ്ട് അല്ലേ? അതെ, 4 വർഷമായിട്ട് പഠിക്കും. അതുകൊണ്ടാണ് മോൾ ഇതിന്റെ ഇങ്ങനെ ഒരു വേർഷൻ തെരഞ്ഞെടുക്കാനും കാരണം അല്ലേ? നന്നായിട്ട് പാടി കേട്ടോ. അതിന്റെ ഒരു ക്ലാസിക്കൽ ടച്ചിൽ തന്നെ പാടി. എനിക്ക് ആർച്ചയുടെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം യു ആർ വെരി കോൺഫിഡന്റ് ഓൾവേസ്. ശ്രീരാമനാമം ജപസാര സാഗരം, ശ്രീരാമനാമം. ജൂനിയർ ഐഡൽ സീസൺ 2 കോമ്പറ്റീഷൻ ഞാൻ പാടാൻ പോവുകയാണ്. സോനാ കിതനാ സോനാ ഹൈ, സോനെ ജൈസാ തേരാ മൻ, സുൻ സര സുൻ ക്യാ
ഒരു സിംഗർ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു പാട്ട് എന്താണ് ആ പാട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ആ പാട്ട് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അത് ക്യാരി ചെയ്യുക എന്ന് പറഞ്ഞ സിംഗറിന്റെ ധർമ്മം. ഹീറോ തൂ മേരാ ഹീറോ ഹേ വില്ലൻ ജൈസാ കാം ന കർ. അങ്ങനെ കുറച്ചുകൂടെ ഒരു പ്ലസന്റ് ആയാൽ മതി. ഒരു ഗ്രാമപ്രദേശത്ത് നിന്ന് വരുന്ന ഒരു പെൺകുട്ടി ഈ സ്റ്റൈൽ അഡാപ്റ്റ് ചെയ്ത് പാടുക എന്നുള്ള ഒരു കാര്യം, that's something real good. Bijibal and Anup Shankar's costume sponsored by Status, Safalim Complex, Palayam, Trivandrum. Remy Tommy and Meghna's costume sponsored by Zarina, Catholic Center, General Hospital Junction, Trivandrum.